അഹമ്മദാബാദ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് കൂറ്റൻ ലീഡ്. രണ്ടാം ദിനം അവസാനിച്ചപ്പോൾ ലീഡ് 286 ഉയർത്തി. ധ്രുവ് ജുറലിനും രവീന്ദ്ര ജഡേജയ്ക്കും സെഞ്ചുറി. ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫെ, വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ആദ്യ ദിനം, അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കായി ബോളർമാർ തിളങ്ങിയതാണെങ്കിൽ, എന്നാൽ ഇന്ന് രണ്ടാം ദിനമായ ഇന്ന് ബാറ്റർമാരാണ് തിളങ്ങിയത്. കാരണം ഇന്ന് മാത്രം പിറന്നത് 3 സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയുമാണ് ഇന്ന് പിറന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് 121 എന്ന നിലയിൽ ആരംഭിച്ച രണ്ടാം ദിനം ഇന്ത്യ പിന്നെ മൂന്നാം വിക്കറ്റിൽ രാഹുലും അതേപോലെ തന്നെ ഗില്ലും പടുത്തുയർത്തിയത് 98 റൺസിന്റെ കൂട്ടുകെട്ടാണ്. ഈ 98 റൺസിനോടൊപ്പം ഈ അർദ്ധ സെഞ്ചുറിയും ഗില്ല് പൂർത്തിയാക്കി. ഒപ്പം ഇതിലെടുത്ത് പറയേണ്ടത് 47 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യയിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ഗിൽ, ടെസ്റ്റിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ഗിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യയിൽ ടെസ്റ്റ് അരങ്ങേറ്റമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നേരത്തെ തന്നെ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് നായകനായി അരങ്ങേറിയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ടെസ്റ്റ് നായകനായി അരങ്ങേറിയ ഗിൽ ആദ്യമായി 47 വർഷങ്ങൾക്ക് ശേഷം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന ആദ്യ താരമായി. ഇതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസിനെതിരെ തന്നെ 1978 സുനിൽ ഗവാസ്കറാണ് ഈ ഒരു നേട്ടത്തിലെത്തിയിരുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് 3 സെഞ്ചുറികളാണ്. രാഹുലും അതേപോലെ തന്നെ ജുറലും രവീന്ദ്ര ജഡേജയുടെയും പ്രകടനം നമ്മൾ എടുത്തു പറയണം. ഇതിൽ ജുറലിൻ്റെ ഒരു സെലിബ്രേഷൻ മോഡെന്ന് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇതിൽ അർദ്ധ സെഞ്ചുറി തികച്ചപ്പോൾ ജുറലിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സല്യൂട്ട് അടിച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ, അതായത് സൈനികനായ തൻ്റെ അച്ഛന് വേണ്ടി ആ ഒരു അർദ്ധ സെഞ്ചുറി സമർപ്പിക്കുകയും ചെയ്തു. ഗ്രീസിൽ ഇപ്പോൾ നിലവിലുള്ളത് സെഞ്ചുറിയുമായി രവീന്ദ്ര ജഡേജയും അതേപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും. നാളെ മൂന്നാം ദിനം ആരംഭിക്കുമ്പോൾ അതായത് ലീഡ് ഉയർത്താൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ പദ്ധതി ഇടുക. പിന്നാലെ മികച്ച ലീഡ് കണ്ടെത്തിയതിനു ശേഷം ബാറ്റിംഗിലേക്ക് വിൻഡീസിനെ അയക്കാനായിരിക്കും തീരുമാനമെടുക്കുക. ഓക്കെ ഖിലാഫ്, ശരി. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.